Symbols for land surveying. The following types of lines as appropriate shall be used to distinguish between different types of drains and pipes. A line consisting of medium length dashes for soil or combined drains. Soil or combined drains indicate ചെയ്യാനായിട്ട് medium length dashes ഉള്ള ലൈനാണ് യൂസ് ചെയ്യുന്നത്. സോയിൽ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ സോയിലിൽ തന്നെ മണ്ണിൽ തന്നെ കീറി ഉണ്ടാക്കുന്ന ചാല്. Then B, a dotted chain line for surface water drain. സർഫസിൽ സോയിലിൻ്റെ സർഫസിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ചാലിന് ഡോട്ടഡ് ചെയിൻ ലൈൻ യൂസ് ചെയ്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നോട്ട്, lines to indicate drainage systems are frequently drawn on the reverse side of the relevant drawing. ഡ്രോയിങ് പേപ്പറിൻ്റെ മറുഭാഗത്താണ് ഈ ഡ്രെയിൻസ് കാണിക്കുന്ന ലൈൻ സാധാരണ വരയ്ക്കാറുള്ളത്. C, a large chain line for pipes at high level or in roof space. റൂഫ് ലെവലിലുള്ള പൈപ്പ്സ് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ലാർജ് ചെയിൻ ലൈൻ ആണ് യൂസ് ചെയ്യാറുള്ളത്. അടുത്ത D, a full line for pipes at skirting or floor level. ഫ്ലോർ ലെവലിലുള്ള പൈപ്പ്സോ അല്ലെങ്കിൽ സ്കേർട്ടിംഗ് ലെവലിലുള്ള പൈപ്പ്സോ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഫുൾ ലൈനാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് E, an interrupted dotted line for pipes under floors. Two lines used in the same fashion shall denote ventilating ducts, the distance apart denoting the width. അപ്പോൾ ഫ്ലോറിൻ്റെ അടിയിലുള്ള പൈപ്പ്സിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഇൻ്ററപ്റ്റഡ് ഡോട്ടഡ് ലൈൻ. അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് പൈപ്പിൻ്റെ ഇടയിലുള്ള എയർ ഗ്യാപ്പിനെയാണ് അത് കാണിക്കുന്നത്. F, the direction of flow of fluid in a pipe shall be indicated by means of an arrowhead. Thus, rise and direction of flow, rise 1 in 50, fall and direction of flow, fall 1 in 50. അപ്പം ഒരു പൈപ്പിനകത്തൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ആരോഹെഡ് യൂസ് ചെയ്യാം. അത് താഴത്തേക്കാണെങ്കിൽ fall 1 in 50, സ്ലോപ്പും കൂടെ ഇൻഡിക്കേറ്റ് ചെയ്യണം. അതുപോലെ മുകളിലേക്കാണെങ്കിൽ റൈസ് 1 in 50. അടുത്ത വില്ലേജ് ആസ് സർവേഡ്. A, ഓപ്പൺ വില്ലേജ്, ദറ്റ് ഈസ് ബൗണ്ടറി കറക്റ്റായിട്ടില്ലാത്ത വില്ലേജ്. B, വാൾഡ്, ചുറ്റുമതിലുള്ള വില്ലേജ്. നെക്സ്റ്റ് ഡെസേർട്ടഡ് സൈറ്റ്, പുറമ്പോക്ക് അല്ലെങ്കിൽ യൂസ് ചെയ്യാതെ കിടക്കുന്ന സൈറ്റ്. ദെൻ വെൽസ്, ഫിറ്റിംഗ് ആൻഡ് അതർ കമ്പോണൻറ്റ്സ് ഫോർ സപ്ലൈ വാട്ടർ ആൻഡ് ഡ്രെയിനേജ് സിസ്റ്റം ഇൻ ദ ഗ്രൗണ്ട്. കിണറിൻ്റെ സിമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്ത് റെയിൻ വാട്ടർ വെല്ല്, റെയിൻ വാട്ടർ കളക്ട് ചെയ്യുന്ന വെല്ല്. ദെൻ ഇൻസ്പെക്ഷൻ വെൽ അല്ലെങ്കിൽ ക്ലീനിങ് വെൽ, അതായത് ഒരു 2-3 കിണറുകൾ കണക്ട് ചെയ്തിട്ട് ഒരു വെല്ലുണ്ടാക്കിയിട്ട് അതിലൂടെ ആ വെൽസ് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻസ്പെക്ഷൻ വെൽ. അതിൻ്റെ എ മാൻഹോൾ, ക്ലീനിങ് വെൽ, ഇതിന് രണ്ടിനും ഈ സിമ്പിളാണ് അഡോപ്റ്റ് ചെയ്യാറുള്ളത്. ഡ്രെയിനിങ് വെൽ, 2-3 കിണറുകളിലെ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാനുള്ള വെല്ലാണ് ഡ്രെയിനിങ് വെൽ. മാൻഹോൾ ആൻഡ് പ്രൊട്ടക്ഷൻ പൈപ്പ്, വെല്ല് ഇൻസ്പെക്ട് ചെയ്യാനുള്ള മാൻഹോളോ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രൊട്ടക്ഷൻ പൈപ്പോ ഉള്ളതാണ്. ദെൻ വെൽ ഫോർ ഡ്രെയിനേജ് ഓഫ് പ്രഷർ കോൺട്യൂട്ട്സ്, കിണറിലെ പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടിയുള്ള വെല്ല്. വെൽ വിത്ത് ഡീയറേഷൻ ഡിവൈസ്, വെല്ലിലെ ഓക്സിജൻ ലെവല് താഴുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡിവൈസാണ് ഡീയറേഷൻ ഡിവൈസ്. എയറേറ്റ് ചെയ്യാനുള്ള ഡിവൈസാണ് അത്. അറ്റാച്ച് ചെയ്തിട്ടുള്ള വെല്ലാണ് വെൽ വിത്ത് ഡീയറേഷൻ ഡിവൈസ്. ദെൻ സ്വാമ്പ് ഓർ മാർഷ് വിത്ത് കൾട്ടിവേഷൻ, അവിടെയായിട്ട് പുല്ല് പോലുള്ള ചെടികൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് സ്വാമ്പ് ഓർ മാർഷ് വിത്ത് കൾട്ടിവേഷൻ. റീഡ്സ് ഇൻ പെരനിയൽ വാട്ടർ, അപ്പോഴപ്പോൾ ഉണ്ടാകുന്ന സ്ട്രീംസ് ആണ് പെരനിയൽ വാട്ടർ എന്ന് പറയുന്നത്, അവിടെ മുളച്ചു നിൽക്കുന്ന ചെടികൾ. നെക്സ്റ്റ് കൾവേർട്ട്, റോഡിൻ്റെ അടിയിലൂടെ റോഡിന് കുറുകെയായി വെള്ളം വിടുന്നതാണ് കൾവേർട്ട്. ദെൻ ലേക്ക് ഓർ ടാങ്ക് ആർ സർവേഡ് വിത്ത് ഡെഫിനിറ്റ് ലിമിറ്റ് ഓഫ് പെരനിയൽ വാട്ടർ, കായലോ അല്ലെങ്കിൽ ചെറിയ സ്ട്രീംസ്, വെള്ളത്തിൻ്റെ ചെറിയ സ്ട്രീംസോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫ്ലഷിംഗ് പോസ്റ്റ്, വേസ്റ്റ് വാട്ടർ ഡിസ്പോസ് ചെയ്യാനുള്ള സ്ഥലമാണ് ഫ്ലഷിംഗ് പോസ്റ്റ്. ജനറൽ വെല്ല്, പബ്ലിക് കിണറുകളാണ് ജനറൽ വെല്ലിൽ വരുന്നത്. ദെൻ സ്പ്രിങ്, ചെറിയ അരുവികളുണ്ടെങ്കിൽ ഈ സിമ്പിൾ യൂസ് ചെയ്യാം. കോൺഡ്യൂട്ട്, ഡിച്ച് ആൻഡ് പൈപ്പ്, ജനറൽ സിമ്പിൾ. ചെറിയ കോൺഡ്യൂട്ട്സ് അതായത് പൈപ്പ്സ്, ഡിച്ചസ്, ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ജനറൽ സിമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലേക്ക് ഓർ ടാങ്ക് ആസ് സർവേഡ് വിത്ത് ഫ്ലക്ച്വേറ്റിംഗ് ലിമിറ്റ് ഓഫ് പെരനിയൽ വാട്ടർ. പെരനിയൽ വാട്ടർ എന്ന് പറയുന്നത് മഴവെള്ളം പെയ്ത് നിൽക്കുന്നതാണ്, അത് ഫ്രഷ് വാട്ടറാണ്. അതിന് ലിമിറ്റ്സ് ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ, അതിരുകൾ ഫ്ലക്ച്വേറ്റിംഗ് ആണെങ്കിൽ ഈ സിമ്പിൾ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യാം. ലേക്ക് ഓർ ടാങ്ക് ആസ് സർവേഡ് വിത്ത് എംബാങ്ക്മെൻറ്റ് അറ്റ് 3 meter.
കായലിൻ്റെ സൈഡ് കെട്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതും 3 മീറ്ററിൽ താഴെയാണെങ്കിൽ ഈ സിമ്പിൾ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യാം. ലേക്ക് ഓർ ടാങ്ക് ആർ സർവേഡ് വിത്ത് എംബാങ്ക്മെൻറ്റ് 3 മീറ്റർ ഓർ ഓവർ, 3 മീറ്ററിന് മുകളിലുള്ള എംബാങ്ക്മെൻ്റ് ആണെങ്കിൽ ഈ സിമ്പിൾ യൂസ് ചെയ്യാം. ലേക്ക് ഓർ ടാങ്ക് ആർ സർവേഡ് വിത്ത് വെരി സ്റ്റീപ്പ് എംബാങ്ക്മെൻറ്റ്, കുത്തനെയുള്ള വാളാണ് സൈഡായിട്ട് കെട്ടി വെച്ചിരിക്കുന്നെങ്കിൽ അത് ഈ സിമ്പിൾ യൂസ് ചെയ്യാം. വാള് മാത്രമല്ല ചെടികളും എംബാങ്ക്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ എക്സ്കവേറ്റഡ് ടാങ്ക് ആർ സർവേഡ് പെരനിയൽ, കുഴിച്ചുണ്ടാക്കിയ ടാങ്ക് അതിൽ ഫ്രഷ് വാട്ടർ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ സിമ്പിൾ യൂസ് ചെയ്യാം. അടുത്തത് എക്സ്കവേറ്റഡ് ടാങ്ക് ആർ സർവേഡ് നോൺ പെരനിയൽ, ഫ്ലോ ഇല്ലാത്ത പെരനിയൽ റിവേഴ്സ്, അതിൻ്റെ സിമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എക്സ്കവേറ്റഡ് ടാങ്ക് ആർ സർവേഡ് പെരനിയൽ വിത്ത് ഹൈ എംബാങ്ക്മെൻ്റ് ഉള്ള എക്സ്കവേറ്റഡ് ടാങ്ക് വിത്ത് ഫ്രഷ് വാട്ടർ. ദെൻ ടാങ്ക് കൺവെൻഷണൽ പെരനിയൽ വാട്ടർ സ്റ്റോർ ചെയ്തിരിക്കുന്ന കൺവെൻഷണൽ ടാങ്ക്, ദെൻ നോൺ പെരനിയൽ വാട്ടർ സ്റ്റോർ ചെയ്തിരിക്കുന്ന കൺവെൻഷണൽ ടാങ്ക്. അടുത്ത വാട്ടർ റിസർവോയർ, ഡാംസ് ഉണ്ടെങ്കിൽ അത് കാണിക്കാനായിട്ട്. വാട്ടർ പമ്പിംഗ് സ്റ്റേഷൻ, വെള്ളം പമ്പ് ചെയ്യുന്ന സ്ഥലം. ദെൻ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, വെള്ളം ശുദ്ധീകരിക്കുന്ന സ്ഥലം. വേസ്റ്റ് വാട്ടർ റിസർവോയർ, വേസ്റ്റ് വാട്ടർ വന്ന് സ്റ്റോർ ചെയ്യുന്ന ഡാം. വേസ്റ്റ് വാട്ടർ പമ്പിംഗ് സ്റ്റേഷൻ, വേസ്റ്റ് വാട്ടർ പമ്പ് ചെയ്യുന്ന സ്ഥലം. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, അഴുക്ക് വെള്ളം ശുദ്ധീകരിക്കുന്ന സ്ഥലം. ക്വാറി വിത്ത് ഗ്രേറ്റസ്റ്റ് ഡെപ്ത്, കല്ല് വെട്ടുന്ന കുഴി വളരെയധികം ആഴമുള്ളത്. സിംഗിൾ ലൈൻ സ്ട്രീം പെരനിയൽ, ഒറ്റ വരിയായിട്ട് മാത്രം ഒഴുകുന്ന ചെറിയ അരുവി, ബ്രാഞ്ചസ് ഇല്ലാത്തത്. സിംഗിൾ ലൈൻ സ്ട്രീം അപ്രോക്സിമേറ്റ് ഓർ അൺഡിഫൈൻഡ്, ശരിയായ ക്ലിയർ ആയിട്ടുള്ള പാത്ത് ഇല്ലാത്ത സ്ട്രീം. ദെൻ ടെലിഗ്രാഫ് ലൈൻ, ടെലിഫോൺ. നെക്സ്റ്റ് ഇലക്ട്രിക് പവർ ലൈനിൻ്റെ സിമ്പിൾസ് ആണ്. മെയിൻ ട്രാൻസ്മിഷൻ ലൈൻ വിത്ത് സബ്സ്റ്റേഷൻ, കൺവെൻഷണൽ ടു ഓൾ സ്കെയിൽസ്, ലോക്കൽ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ കൺവെൻഷണൽ. ആദ്യം കാണിച്ചിരുന്നത് മെയിൻ പവർ ലൈനിൻ്റെ സിമ്പിളാണ്, 11 kV ലൈനിൻ്റെ. നെക്സ്റ്റ് പവർ ലൈൻ, ലോക്കലായിട്ടുള്ള സ്ട്രീറ്റ് ലൈൻസിൻ്റെ സിമ്പിളാണ്. മലയുടെ മുകളിൽ കൂടി സഞ്ചരിക്കാനുള്ള റോപ്പ് വേയുടെ ടെർമിനൽസ്, 2 ടെർമിനൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ വയർലെസ് സ്റ്റേഷൻ ആസ് സർവേഡ്, എക്സാമ്പിൾ ഒരു റേഡിയോ സ്റ്റേഷൻ. ദെൻ കൺവെൻഷണൽ വയർലെസ് സ്റ്റേഷൻ. സിമ്പിൾസ് നോക്കാം. റെയിൽവേ ബ്രോഡ് ഗേജ് ഡബിൾ ലൈൻ, ഓപ്പൺ വിത്ത് സൈഡിങ്സ്, ഡിസ്റ്റൻസ് സ്റ്റോൺ ആൻഡ് സ്റ്റേഷൻ വിത്ത് എൻക്ലോഷർ ആസ് സർവേഡ്. ഡബിൾ ലൈൻ ബ്രോഡ് ഗേജ് റെയിൽവേ ലൈൻ, അതിന് സൈഡിലായിട്ട് സ്ലോ സ്പീഡ് സെക്ഷൻ ഉണ്ടെങ്കിൽ അതാണ് ഈ സിമ്പിൾ വെച്ച് റെപ്രസെൻ്റ് ചെയ്യണത്. അടുത്ത അണ്ടർ കൺസ്ട്രക്ഷൻ, പണി നടന്നുകൊണ്ടിരിക്കുന്ന റെയിൽവേ ലൈൻ. അടുത്ത റെയിൽവേ ബ്രോഡ് ഗേജ് സിംഗിൾ ലൈൻ, ഒറ്റ ലൈൻ മാത്രമുള്ള ബ്രോഡ് ഗേജ് ട്രാക്ക്. ഓപ്പൺ വിത്ത് സൈഡിങ്സ് ആൻഡ് സ്റ്റേഷൻ ആൻഡ് എൻക്ലോഷർ, സൈഡിൽ ലോ സ്പീഡ് ട്രാക്ക് ഉള്ളതും ഓപ്പൺ ആയിട്ടുള്ള ട്രാക്ക്. ദെൻ അണ്ടർ കൺസ്ട്രക്ഷൻ, പണി തീരാത്ത റെയിൽവേ ട്രാക്ക്. അടുത്ത റെയിൽവേ അതർ ഗേജസ് ഡബിൾ ലൈൻ, ഓപ്പൺ വിത്ത് സൈഡിങ്സ്, മീറ്റർ ഗേജോ നാരോ ഗേജോ ഉണ്ടെങ്കിൽ അതാണ് ഈ സിമ്പിൾ വഴി റെപ്രസെൻ്റ് ചെയ്യുന്നത്. അണ്ടർ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അടുത്ത് ഈ സിമ്പിൾ കാണാം. റെയിൽവേ അതർ ഗേജസ് സിംഗിൾ ലൈൻ റെയിൽവേ, നാരോ ഗേജും മീറ്റർ ഗേജും ഓപ്പൺ വിത്ത് സൈഡിങ്സ്, ലോ സ്പീഡ് സെക്ഷൻ സൈഡിലുണ്ടെങ്കിൽ അണ്ടർ കൺസ്ട്രക്ഷൻ, പണി നടന്നുകൊണ്ടിരിക്കുന്ന റെയിൽവേ ലൈൻ. അടുത്തത് ടണൽ എക്സിസ്റ്റിംഗ്, ഓൾറെഡി ഉള്ള ടണൽ. നെക്സ്റ്റ് ടണൽ ഫ്യൂച്ചർ, പ്രപ്പോസ്ഡ് ടണൽ, വരാൻ പോകുന്ന ടണൽ. ദെൻ ഡിച്ച് പെർമനൻ്റ്ലി ഓപ്പൺ, എപ്പോഴും തുറന്നു കിടക്കുന്ന അഴുക്ക് ചാല്. ബ്രിഡ്ജ് ക്യാരിയിങ് റെയിൽവേ, ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ റെയിൽവേ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് ബ്രിഡ്ജ് ക്യാരിയിങ് റെയിൽവേ ഓവർ റോഡ്, റോഡിൻ്റെ മുകളിൽ റെയിൽവേ പാസ് ചെയ്യുന്ന ബ്രിഡ്ജ്. നെക്സ്റ്റ് റോഡ് ഓവർ റെയിൽവേ, റെയിൽവേയുടെ മുകളിലൂടെ റോഡ് പാസ് ചെയ്യുന്ന ബ്രിഡ്ജ്. ദെൻ ബ്രിഡ്ജ് ക്യാരിയിങ് റോഡ് ആൻഡ് ബ്രോഡ് ഗേജ് റെയിൽവേ, റോഡും ബ്രോഡ് ഗേജ് റെയിൽവേ ഉള്ള ബ്രിഡ്ജ്. അതർ റോഡ്സ് മെറ്റൽഡ് ഓൾസോ ഡിസ്റ്റൻസ് സ്റ്റോൺ ബ്രിഡ്ജ് ആൻഡ് ഐറിഷ് ബ്രിഡ്ജ് ഓർ കോസ്വേ ആൻഡ് അവന്യൂ ഓഫ് ട്രീസ്. മെറ്റൽഡ് റോഡ് കാണിക്കുന്നതാണത്, അതിൽ ട്രീസും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആണ് ഈ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അൺമെറ്റൽഡ് റോഡ്. കാർ ട്രാക്ക് വിത്ത് ബ്രിഡ്ജ്, കാളവണ്ടി പോകുന്ന ബ്രിഡ്ജ്. പാക്ക് ട്രാക്ക് വിത്ത് ബ്രിഡ്ജ്, കൾവേർട്ട്, എക്സ്പാൻഷൻ പാക്കുള്ള ബ്രിഡ്ജ്, അതിൻ്റെ താഴെ കൾവേർട്ടും കൂടി ഉള്ളത്. പാക്ക് ട്രാക്ക് വിത്ത് പാസ് ആൻഡ് ഹൈറ്റ്, മൗണ്ടൻ ഏരിയാസിൽ കൊടുക്കുന്ന ട്രാക്ക്, ദറ്റ് ഈസ് വിത്ത് എക്സ്പാൻഷൻ പാക്ക്.
Then footpath with a bridge, culvert. ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ ഫുട്പാത്തും താഴെ കൾവേർട്ടും ഉള്ളത്. നെക്സ്റ്റ് ബ്രിഡ്ജ് ഓഫ് ബോട്ട്സ് ഓർ പോണ്ടൂൺ ബ്രിഡ്ജ്, താഴെ ബോട്ട്സ് പാസ് ചെയ്യുന്ന ബ്രിഡ്ജ്. ഫെറി ഓർ ഫോർഡ്, കടത്തുവള്ളം പാസ് ചെയ്യുന്ന അരുവികൾ. അടുത്ത പാർട്ടിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് രണ്ട് പിക്ചേഴ്സ് കണ്ടു നോക്കാം. ആദ്യത്തേത് റോഡ് ഫോളോയിങ് ദ ബൗണ്ടറി ഓഫ് ദ റിവർ. റിവറിൻ്റെ സൈഡിലൂടെ പാസ് ചെയ്യുന്ന റോഡാണ് റോഡ് ഫോളോയിങ് ദ ബൗണ്ടറി ഓഫ് ദ റിവർ. നെക്സ്റ്റ് റോഡ് കോയിൻസിഡൻറ്റ് വിത്ത് ദ ബെഡ് ഓഫ് ദ റിവർ. റിവർ ബെഡിലൂടെ തന്നെ വെള്ളമില്ലാത്ത സമയത്ത് പാസ് ചെയ്യുന്ന റോഡാണ് റോഡ് കോയിൻസിഡൻറ്റ് വിത്ത് ദ ബെഡ് ഓഫ് ദ റിവർ. ഈ രണ്ടും നിങ്ങൾക്ക് ഈ പിക്ചേഴ്സിൽ കാണാം. നെക്സ്റ്റ് റോഡ്സ് ഓഫ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്. Metalled and important bridge with piers over river. The normal distance between the piers should be 3 mm on scale of drawing, varying slightly to permit an equal spacing between the piers. Metalled road, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രിഡ്ജിലൂടെ പാസ് ചെയ്യുന്നത്. അതിൻ്റെ പിയേഴ്സ് റിവറിൻ്റെ മുകളിൽ കാണാം. ഇതിൻ്റെ പിയേഴ്സിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 3 mm ആണ് when drawn to scale. അടുത്തത് അൺമെറ്റൽഡ് റോഡ്. നെക്സ്റ്റ് റോഡ്സ് ഓഫ് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ്. മെറ്റൽഡ് റോഡ്. ദെൻ ട്രാക്ക് ഓർ പാത്ത് കോയിൻസിഡൻറ്റ് വിത്ത് ദ ബെഡ് ഓഫ് ദ സ്ട്രീം. ഇത് ഞാൻ നേരത്തെ കാണിച്ചതാണ് ആ പിക്ചറിൽ. ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ്, നെക്സ്റ്റ് ഫോർ ലോങ് ഡിസ്റ്റൻസ്. നെക്സ്റ്റ് ട്രാക്ക് ഓർ പാത്ത് ഫോളോയിങ് ബൗണ്ടറി. ഇത് ഈ പിക്ചർ ഞാൻ നേരത്തെ കാണിച്ചതാണ്. ഷോർട്ട് ഡിസ്റ്റൻസ്, ലോങ് ഡിസ്റ്റൻസ്. അടുത്തത് സ്റ്റീപ്പ് റിവർ ബാങ്കിൻ്റെ പിക്ചർ. ഇതിൻ്റെ റിവറിൻ്റെ സൈഡ് അല്ലെങ്കിൽ പുഴയുടെ തീരം കുത്തനെയുള്ളതാണ് സ്റ്റീപ്പ് റിവർ ബാങ്ക്. അടുത്ത ഷെൽവ്ഡ് റിവർ ബാങ്ക്, പുഴയുടെ തീരം സ്റ്റീപ്ഡ് അല്ലാത്തത്. നെക്സ്റ്റ് റോഡ് എംബാങ്ക്മെൻറ്റ്, ദറ്റ് ഈസ് ഒരു എംബാങ്ക്മെൻറ്റ് കെട്ടിപ്പൊക്കിയ ശേഷം അതിൻ്റെ മുകളിലേക്ക് റോഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് റോഡ് എംബാങ്ക്മെൻറ്റ്. നെക്സ്റ്റ് റോഡ് കട്ടിംഗ്, ഒരു മൗണ്ടൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന റോഡാണ് റോഡ് കട്ടിംഗ്. അടുത്തത് ഇതിൻ്റെ സിമ്പിൾസ് കാണാം. റോഡ്സ് ഇൻ ഡ്രൈ റിവർ ബെഡ്. ഫസ്റ്റ് വൺ വിത്ത് സ്റ്റീപ്പ് റിവർ ബാങ്ക്സ്. സ്റ്റീപ്പ് റിവർ ബാങ്ക്സ് ഉള്ള റോഡിൻ്റെ സിമ്പിൾ. നെക്സ്റ്റ് വിത്ത് ഷെൽവിങ് റിവർ ബാങ്ക്സ്, അതിൻ്റെ സിമ്പിൾ ഇവിടെ കാണാം. നെക്സ്റ്റ് അൺമെറ്റൽഡ് റോഡ് എലോങ് ഓർ വെൻ സ്പേസ് പെർമിറ്റ്സ് ടാങ്ക് ബണ്ട്. അൺമെറ്റൽ റോഡിൻ്റെ സൈഡിലായിട്ട് ടാങ്ക് ബണ്ട് ഇല്ല എങ്കിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന സിമ്പിളും, അൺമെറ്റൽ റോഡിൻ്റെ സൈഡിൽ ടാങ്ക് ബണ്ടിന് സ്ഥലം ഉണ്ടെങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്ന സിമ്പിളും യൂസ് ചെയ്യണം. നെക്സ്റ്റ് റോഡ് ഓർ റെയിൽവേ എംബാങ്ക്മെൻറ്റ്. ആദ്യത്തെ 2 meter to 3 meter ഹൈ. രണ്ടാമത്തെ 3 meter ഹൈ ഓർ ഓവർ ആൻഡ് സ്റ്റീപ്പ് വിത്ത് ഷാർപ്പ് എഡ്ജ് അറ്റ് ടോപ്പ്. റോഡ് ഓർ റെയിൽവേ എംബാങ്ക്മെൻറ്റ് ഞാൻ നേരത്തെ പിക്ചറിൽ കാണിച്ചിരുന്നു. അത് 2 മുതൽ 3 meter ഹൈ വരെ ഉണ്ടെങ്കിൽ ആദ്യത്തെ സിമ്പിളും, 3 മീറ്ററിനേക്കാൾ കൂടുതൽ ഹൈറ്റ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ സിമ്പിളും യൂസ് ചെയ്യണം. റോഡ് ഓർ റെയിൽവേ കട്ടിംഗ് 2 meter to 3 meter ഡീപ്പ് ആണെങ്കിൽ ആദ്യത്തെ സിമ്പിളും, 3 മീറ്ററിനേക്കാൾ ആഴം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ സിമ്പിളും യൂസ് ചെയ്യണം. അടുത്തത് പ്രൊട്ടക്റ്റീവ് എംബാങ്ക്മെൻറ്റ്. 2 meter to 3 meter ഹൈ, 3 meter ഹൈ ഓർ ഓവർ ആൻഡ് സ്റ്റീപ്പ് വിത്ത് ഷാർപ്പ് എഡ്ജ് അറ്റ് ദ ടോപ്പ്. ഈ പ്രൊട്ടക്റ്റീവ് എംബാങ്ക്മെൻറ്റ് സാധാരണയായിട്ട് കൊടുക്കുക മലയുടെ നടുവിലൂടെ പോകുന്ന റോഡ്സിനാണ്. മണ്ണിടിച്ചിൽ മൂലം മലയുടെ ഭാഗത്തു നിന്നും പാറക്കഷ്ണങ്ങളും മറ്റും റോഡിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി റോഡിൻ്റെ സൈഡ് കെട്ടി നിർത്തുന്ന രീതിയാണിത്. ഒരു എക്സാമ്പിളാണ് ഗാബിയൻ റീറ്റെയിനിങ് വാൾ. കമ്പിവല ഉപയോഗിച്ച് റോഡിൻ്റെ സൈഡ് കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു രീതിയാണിത്. നെക്സ്റ്റ് എംബാങ്ക്മെൻറ്റ്സ്, കട്ടിങ്സ് ആൻഡ് ബ്രിഡ്ജസ് വിത്ത് നാരോ ഗേജ് റെയിൽവേ അലോങ് സിംഗിൾ ലൈൻ. സിംഗിൾ ലൈൻ നാരോ ഗേജ് റെയിൽവേയുടെ സൈഡിലുള്ള എംബാങ്ക്മെൻറ്റ്സും കട്ടിങ്സും ബ്രിഡ്ജസും കാണിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന സിമ്പിൾ. രണ്ടാമത്തെ വിത്ത് നാരോ ഗേജ് റെയിൽവേ എലോങ് ഡബിൾ ലൈൻ. 2 ട്രാക്കുള്ള നാരോ ഗേജ് റെയിൽവേയുടെ എംബാങ്ക്മെൻറ്റ്സിൻ്റെയും കട്ടിങ്സിൻ്റെയും ബ്രിഡ്ജസിൻ്റെയും സിമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തത് ഇൻ്റർനാഷണൽ ബൗണ്ടറീസ് വിത്തൗട്ട് പില്ലേഴ്സ്. പില്ലേഴ്സ് ഇല്ലാത്ത മതിലാണെങ്കിൽ ഈ സിമ്പിൾ യൂസ് ചെയ്യാം, ചൈന മതിൽ പോലെ. വിത്ത് മെയിൻ ആൻഡ് സബ്സിഡറി പില്ലേഴ്സ്, ഇടയിൽ പില്ലേഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന സിമ്പിൾ. സ്റ്റേറ്റ് ബൗണ്ടറീസ് ഡിമാർക്കേറ്റഡ്, മാർക്ക് ചെയ്ത സ്റ്റേറ്റ് ബൗണ്ടറീസ്. നെക്സ്റ്റ് അൺഡിമാർക്കേറ്റഡ്, മാർക്ക് ചെയ്യാത്ത സ്റ്റേറ്റ് ബൗണ്ടറീസ്. നെക്സ്റ്റ് ഡിസ്ട്രിക്ട് ബൗണ്ടറീസ് മാർക്ക് ചെയ്യുന്നത്.
നെക്സ്റ്റ് സബ്ഡിവിഷൻ, ടൗൺഷിപ്പ്, താലൂക്ക്, തഹസിൽ, ജമീന്ദാരി ഓർ സിമിലർ പാർട്ടീഷൻ. താലൂക്കുകളെയോ അല്ലെങ്കിൽ ടൗൺഷിപ്പിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നതോ അല്ല അതിൻ്റെ ബൗണ്ടറീസ് കാണിക്കുന്നതായ സിമ്പിൾ. നെക്സ്റ്റ് പർഗാന ബൗണ്ടറി ഇൻ ഉത്തർപ്രദേശ്. പർഗാന എന്ന് പറയുന്നത് ഒരു ബോർഡർ ഡിസ്ട്രിക്റ്റ് ആണ്, അത് ഉത്തർപ്രദേശിലാണ്. അതിൻ്റെ സിമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് റിസർവ്ഡ് ഓർ പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്. വനസംരക്ഷണ മേഖല, അതായത് വനസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുള്ള ഫോറസ്റ്റ് ഏരിയ, അതിൻ്റെ സിമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഗ്രീൻ റൈബാൻഡ് വിൽ അപ്പിയർ അലോങ് ദ എക്സ്റ്റേണൽ ബൗണ്ടറീസ് ആൻഡ് അലോങ് ദോസ് ബിറ്റ്വീൻ ഫോറസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ഓണർഷിപ്സ്. പല ഓണർഷിപ്പിലുള്ള ഫോറസ്റ്റ് ലാൻഡ് ആണെങ്കിൽ അതിൻ്റെ എക്സ്റ്റേണൽ ബൗണ്ടറീസിൽ ഗ്രീൻ റീബാൻഡ് കാണിക്കണം. അടുത്ത വില്ലേജ് ബൗണ്ടറീസ്. ഇൻ സിംബൽസ് ഫോർ ബൗണ്ടറീസ്, ബൗണ്ടറി പില്ലേഴ്സ് ഷുഡ് ബി ഡ്രോൺ ഫസ്റ്റ്, fitting in the boundary symbol afterwards even if the length of bar does not agree. വില്ലേജ് ബൗണ്ടറീസിനെ കാണിക്കുന്ന സിമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ആണ്. അടുത്തത് ബൗണ്ടറീസ് അലോങ്. ഫസ്റ്റ് വൺ സൈഡ് ഓഫ് റോഡ്, ട്രാക്ക് ഓർ പാത്ത്. റോഡിൻ്റെയോ റെയിൽവേ ട്രാക്കിൻ്റെയോ പാത്തിൻ്റെയോ ഒരു സൈഡിലൂടെ പാസ് ചെയ്യുന്ന ബൗണ്ടറീസ്. നെക്സ്റ്റ് സെൻറ്റർ ഓഫ് റോഡ്, ട്രാക്ക് ഓർ പാത്ത് വെൻ ഇറ്റ് ഇസ് എ റെക്കഗ്നൈസ്ഡ് ബൗണ്ടറി. റോഡിൻ്റെയോ റെയിൽവേ ട്രാക്കിൻ്റെയോ പാത്തിൻ്റെയോ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ബൗണ്ടറീസ്. നെക്സ്റ്റ് വൺ സൈഡ് ഓഫ് റിവർ, പുഴയുടെ ഒരു സൈഡ് ബൗണ്ടറി ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് സെൻറ്റർ ഓഫ് ദ റിവർ ബൗണ്ടറി ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. അടുത്തത് ബെഡ് ഓഫ് ദ റിവർ ആസ് സർവേഡ്. റിവർ ബെഡാണ് ബൗണ്ടറി ആയിട്ട് സർവേ ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ സിമ്പിൾ യൂസ് ചെയ്യാം. 4 പിക്ചേഴ്സ് കാണാം. ആദ്യത്തേത് രാവിൻ. മുൻപ് പുഴയുണ്ടായിരുന്ന സ്ഥലത്ത് അത് വറ്റിക്കഴിയുമ്പോൾ അവിടെ ഒരു വലിയ കുഴി രൂപപ്പെടും. അതിൻ്റെ സൈഡിലായിട്ട് കൾട്ടിവേഷൻസ് ക്യാരി ഔട്ട് ചെയ്യും. അതിനെയാണ് രാവിൻ എന്ന് പറയുന്നത്. അടുത്ത കെയിൻ ബ്രേക്ക്. കരിമ്പിൻ തോട്ടങ്ങളെയാണ് കെയിൻ ബ്രേക്ക് എന്ന് പറയുന്നത്. അടുത്ത ക്യാമ്പിംഗ് ഗ്രൗണ്ട്. നെക്സ്റ്റ് വൈൻ ഓൺ ട്രെല്ലീസ്. മുന്തിരി വള്ളികളോ അല്ലെങ്കിൽ ഭംഗിയുള്ള ഏതെങ്കിലും പുഷ്പങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലൈംബേഴ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് വൈൻ ഓൺ ട്രെല്ലീസ് എന്ന് പറയും. അടുത്ത സിമ്പിൾസ് നോക്കാം. വുഡഡ് ഏരിയ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏരിയ. ആദ്യത്തെ നോട്ട് എൻക്ലോസ്ഡ്, ചുറ്റുമതിൽ ഇല്ലാത്ത ഫോറസ്റ്റ് ഏരിയ. രണ്ടാമത്തെ എൻക്ലോസ്ഡ് ബൈ വാൾ ഓർ പെർമനൻറ്റ് ഫെൻസ്, ചുറ്റുമതിൽ ഉള്ളതും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വേലി കെട്ടിവെച്ചിരിക്കുന്നതുമായ ഫോറസ്റ്റ് ഏരിയ. നെക്സ്റ്റ് ലിമിറ്റ്സ് ഓഫ് കൾട്ടിവേഷൻ, ഓപ്പൺ ആൻഡ് എ ലോങ് സ്ട്രീം ഓഫ് രാവിൻ, രാവിൻ്റെ സൈഡിലുള്ള കൾട്ടിവേഷൻ. ഡിമാർക്കേറ്റഡ് ലിമിറ്റ്സ് ഓഫ് ക്യാമ്പിംഗ് ഗ്രൗണ്ട്, ക്യാമ്പിംഗ് ഗ്രൗണ്ടിൻ്റെ ലിമിറ്റ്സ് മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ. നെക്സ്റ്റ് സോൾട്ട് പാൻ, ഉപ്പുകണ്ടം. അടുത്തത് ട്രീസ് സ്കാറ്റേർഡ്, അവിടെ അവിടെയായി ചിതറിക്കിടക്കുന്ന ട്രീസ്. നെക്സ്റ്റ് സർവേഡ്, സർവേ നമ്പറുള്ള ട്രീസ്. നെക്സ്റ്റ് സ്കാറ്റേർഡ് സ്ക്രബ് ആൻഡ് അണ്ടർഗ്രോത്ത്, അധികം വളർച്ചയില്ലാത്ത പുല്ലുകൾ സ്കാറ്റർ ചെയ്തിട്ടുള്ള സ്ഥലം. നെക്സ്റ്റ് ഗ്രാസ്, പുല്ല് അവിടെ എവിടെയായിട്ട് ഉണ്ടെങ്കിൽ. ഹൈ വിത്ത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഹൈറ്റ് ആൻഡ് വെറൈറ്റി, ഏത് വെറൈറ്റി പുല്ലാണെന്നും എത്ര ഹൈറ്റിലാണെന്നുള്ളതും കൂടെ അവിടെ രേഖപ്പെടുത്തണം. കെയിൻ ബ്രേക്ക്, കരിമ്പിൻ തോട്ടം. നെക്സ്റ്റ് പൈൻ ഫിർ. അടുത്തത് ഓർച്ചാർഡ് ഓർ ഗാർഡൻ. നോട്ട് എൻക്ലോസ്ഡ്, ചുറ്റുമതിലില്ലാത്ത ഗാർഡൻ. എൻക്ലോസ്ഡ് ബൈ എ വാൾ ഓർ പെർമനൻറ്റ് ഫെൻസ്, ചുറ്റുമതിലുള്ളതോ അല്ലെങ്കിൽ സ്ഥിരമായി വേലിയോ കെട്ടിയിട്ടുള്ള ഗാർഡൻ. ടീ ഗാർഡൻ ആസ് സർവേഡ്, തേയിലത്തോട്ടം. ബീറ്റൽ ഓർ വൈൻ ഓൺ ട്രെല്ലീസ്, അതിൻ്റെ പിക്ചർ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. നെക്സ്റ്റ് വെജിറ്റബിൾ ഗാർഡൻ, പച്ചക്കറിത്തോട്ടം. പാം. നെക്സ്റ്റ് പാൽമൈറ, ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള സിറ്റീസിൻ്റെ അവശിഷ്ടങ്ങളാണ് പാൽമൈറ. ബാംബു, മുള. ആലോസ് ഓർ കാക്ടസ്, ആലോവേറയും കാക്ടസ് ഒക്കെ വളർന്നു നിൽക്കുന്നത്. അതർ ട്രീസ്. നെക്സ്റ്റ് പ്ലാന്റെയിൻ ട്രീസ്, വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ് സ്റ്റോൺ വേസ്റ്റ്, കല്ലിൻ്റെ അവശിഷ്ടങ്ങൾ. ഇനിയൊരു പിക്ചർ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്കൊരു റോഡിൻ്റെ ടാൻജൻറ്റ് പോയിൻ്റ് കാണാൻ സാധിക്കും. റോഡിൻ്റെ ടേണിങ്ങിലാണ് ഈ പോയിൻ്റ് കാണുന്നത്. നിങ്ങളൊരു സർക്കിളിൻ്റെ ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ അത് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് ടാൻജൻറ്റ് പോയിൻ്റ്. ഇവിടെ നിങ്ങൾക്ക് ടാൻജൻറ്റ് പോയിൻ്റ് യൂസ് ചെയ്യുന്ന സിമ്പിൾ കാണാം. നെക്സ്റ്റ് ഇസ് ഗ്രേവ് യാർഡ്, ശ്മശാനത്തിൻ്റെ സിമ്പിൾ. ടെമ്പിളിൻ്റെ സിമ്പിൾ. മോസ്കിൻ്റെ സിമ്പിൾ. ചർച്ചിൻ്റെ സിമ്പിൾ.
സിംബൽസ് ഫോർ മെറ്റീരിയൽസ് ഇൻ സെക്ഷൻ. അടുത്തത് ഒരു സെക്ഷൻ വരയ്ക്കുമ്പോൾ അതിൽ പലതരം മെറ്റീരിയൽസ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിംബൽസ്. ഇവിടെ നിങ്ങൾക്ക് ഓരോ മെറ്റീരിയലിൻ്റെ സിംബലും അതിന് യൂസ് ചെയ്യുന്ന കളറും കാണാം. ഫസ്റ്റ് വൺ ബ്രിക്ക്, അതിൻ്റെ സിംബൽ ഇതാണ്. കളർ ഇസ് വെർമിലിയോൺ. കോൺക്രീറ്റ്, കളർ ഇസ് ഹുക്കേഴ്സ് ഗ്രീൻ. നാച്ചുറൽ ഓർ റീകൺസ്ട്രക്റ്റഡ് സ്റ്റോൺ, ദറ്റ് ഇസ് കോബാൾട്ട് ബ്ലൂ. പാർട്ടീഷൻ ബ്ലോക്സ്, പെയിൻ ഇസ് ഗ്രേ. വുഡ്, ബേൺഡ് സിയന്ന. earth, sepia. Next is hardcore, yellow ochre or chrome yellow. Next plaster and plaster products, തേക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഗ്രീൻ. ഗ്ലാസ് ബ്ലൂ. ഫൈബർ ബിൽഡിംഗ് ബോർഡ് ആൻഡ് ഇൻസുലേഷൻ ബോർഡ് സെപ്പിയ. മെറ്റൽ സെക്ഷൻസ് ബ്ലാക്ക്. അടുത്തത് കളറിംഗ് ദ പ്ലാനിനെ കുറിച്ചാണ്. പ്ലാനിൽ പല വർക്കിനും പല കളേഴ്സാണ് കൊടുക്കുക. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ സീരിയൽ നമ്പർ, നെക്സ്റ്റ് ഐറ്റം, സൈറ്റ് പ്ലാൻ. പ്ലാനിൽ അതായത് ബിൽഡിംഗ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണിക്കുന്ന പ്ലാൻ. നെക്സ്റ്റ് ഇസ് ബിൽഡിംഗ് പ്ലാൻ, ബിൽഡിങ്ങിൻ്റെ പ്ലാൻ. രണ്ട് ടൈപ്പ് പ്രിൻ്റാണ് ഉള്ളത്, ഡൈലൈൻ പ്രിൻറ്റും ബ്ലൂ പ്രിൻറ്റും. ഇനി ഓരോന്നിലും കളേഴ്സ് എങ്ങനെ വരുന്നു നോക്കാം. ആദ്യത്തെ എക്സിസ്റ്റിംഗ് വർക്ക്, ഓൾറെഡി ഉള്ള വർക്ക്, അതായത് ഓൾറെഡി ഉള്ള ബിൽഡിംഗ്. ബ്ലാക്ക് ഔട്ട്ലൈൻ ഫോർ ഡൈലൈൻ പ്രിൻറ്റ്, ബ്ലൂ പ്രിൻറ്റിൽ വൈറ്റ്. ബിൽഡിംഗ് പ്ലാൻ ആണെങ്കിൽ ഡൈലൈൻ പ്രിൻറ്റിൽ ബ്ലാക്ക്, ബ്ലൂ പ്രിൻറ്റിൽ വൈറ്റ്. നെക്സ്റ്റ് പ്രൊപ്പോസ്ഡ് വർക്ക്, ഇനി ചെയ്യാൻ പോകുന്ന വർക്ക്, അതായത് ഇനി കെട്ടാൻ പോകുന്ന ബിൽഡിംഗ്. ഡൈലൈൻ പ്രിൻറ്റ് റെഡ് ഫിൽഡ് ഇൻ, ബ്ലൂ പ്രിൻറ്റിൽ റെഡ്. ബിൽഡിംഗ് പ്ലാൻ ആണെങ്കിൽ ഡൈലൈൻ പ്രിൻറ്റിൽ റെഡ്, ബ്ലൂ പ്രിൻറ്റിൽ റെഡ്. നെക്സ്റ്റ് ഇസ് ഡ്രെയിനേജ് ആൻഡ് സ്വേജ് വർക്ക്, വേസ്റ്റ് വാട്ടർ ഡിസ്പോസൽ, അങ്ങനത്തെ കാര്യങ്ങൾ. അത് കാണിക്കുന്ന സൈറ്റ് പ്ലാനിൽ റെഡ് ഡോട്ടഡ് ലൈൻ, ബ്ലൂ പ്രിൻറ്റിലും റെഡ് ഡോട്ടഡ് ലൈൻ. ബിൽഡിംഗ് പ്ലാനിൽ ഡൈലൈൻ പ്രിൻറ്റിൽ റെഡ് ഡോട്ടഡ്, ബ്ലൂ പ്രിൻറ്റിൽ റെഡ് ഡോട്ടഡ്. നെക്സ്റ്റ് വാട്ടർ സപ്ലൈ വർക്ക്സ്, പ്ലംബിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഡൈലൈൻ പ്രിൻറ്റിൽ ബ്ലാക്ക് ഡോട്ടഡ്, ബ്ലൂ പ്രിൻറ്റിൽ ബ്ലാക്ക് ഡോട്ടഡ്. നെക്സ്റ്റ് ബിൽഡിംഗ് പ്ലാനിലും ബ്ലാക്ക് ഡോട്ടഡ്, ബ്ലൂ പ്രിൻറ്റിലും ബ്ലാക്ക് ഡോട്ടഡ്. നെക്സ്റ്റ് വർക്ക് പ്രൊപ്പോസ് ടു ബി ഡിസ്മാൻറ്റിൽഡ്, അഴിച്ചു മാറ്റാൻ ഉദ്ദേശിക്കുന്ന വർക്ക്. അത് ഡൈലൈൻ പ്രിൻറ്റിൽ യെല്ലോ ഹാച്ച്ഡ്, ബ്ലൂ പ്രിൻറ്റിൽ യെല്ലോ ഹാച്ച്ഡ്. ബിൽഡിംഗ് പ്ലാൻ ആണെങ്കിലും ഡൈലൈൻ പ്രിൻറ്റിൽ യെല്ലോ ഹാച്ച്ഡ്, ബ്ലൂ പ്രിൻറ്റിൽ യെല്ലോ ഹാച്ച്ഡ്. നെക്സ്റ്റ് ഓപ്പൺ സ്പേസസ്, തുറന്നു കിടക്കുന്ന സ്ഥലങ്ങൾ, ഫോർ എക്സാമ്പിൾ ടെറസ് ഒക്കെ, നോ കളർ, ബ്ലൂ പ്രിൻറ്റിലും നോ കളർ. നെക്സ്റ്റ് പ്ലോട്ട് ലൈൻസ്, പ്ലോട്ടിൻ്റെ ഔട്ട്ലൈൻ, ദറ്റ് ഈസ് തിക്ക് ബ്ലാക്ക്, ബ്ലൂ പ്രിൻറ്റ് തിക്ക് ബ്ലാക്ക്. നെക്സ്റ്റ് പെർമിസിബിൾ ബിൽഡിംഗ് ലൈൻസ്, ദറ്റ് ഈസ് ബിൽഡിംഗ് എവിടം വരെ വരയ്ക്കാമെന്നുള്ള ലൈൻസ്. അത് ഡൈലൈൻ പ്രിൻറ്റിൽ തിക്ക് ഡോട്ടഡ് ബ്ലാക്ക് ആണ്, ബ്ലൂ പ്രിൻറ്റിൽ തിക്ക് ഡോട്ടഡ് ബ്ലാക്ക് ആണ്. ഇത് നിങ്ങൾക്ക് സൈറ്റ് പ്ലാനിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അടുത്ത എക്സിസ്റ്റിംഗ് സ്ട്രീറ്റ്, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന റോഡ്. അത് ഗ്രീനിലാണ് ഡൈലൈൻ പ്രിൻറ്റിൽ കാണുക, ബ്ലൂ പ്രിൻറ്റിൽ ഗ്രീൻ കളറിൽ കാണും. ഫ്യൂച്ചർ സ്ട്രീറ്റ്, ഇഫ് എനി, അടുത്തത് വരാൻ പോകുന്ന പുതിയ വഴികൾ. ഡൈലൈൻ പ്രിൻറ്റിൽ ഗ്രീൻ ഡോട്ടഡ്, ബ്ലൂ പ്രിൻറ്റിൽ ഗ്രീൻ ഡോട്ടഡ്. അടുത്തത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ ആർക്കിടെക്ചറൽ ആൻഡ് ബിൽഡിംഗ് വർക്കിംഗ് ഡ്രോയിങ്സ് IS 7973 1976 ബേസ് ചെയ്തുള്ള ചില ടെർമിനോളജിയാണ്. ആദ്യത്തെ ടേം എലിവേഷൻ, എ വെർട്ടിക്കൽ വ്യൂ ഓഫ് എ ബിൽഡിംഗ് എലമെൻറ്റ് ഓർ ഓഫ് എ ബിൽഡിംഗ് കമ്പോണൻറ്റ്. ഒരു ബിൽഡിങ്ങിനെയോ അതിൻ്റെ ഒരു ഭാഗത്തിനെയോ മുൻപിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെ കാണുന്നു എന്നതിനെയാണ് എലിവേഷൻ എന്ന് പറയുന്നത്. അടുത്തത് നോമൻക്ലേച്ചർ ഓഫ് ഡ്രോയിങ്സ്, ഡ്രോയിങ്സിൻ്റെ പേരുകൾ. ആദ്യത്തെ പ്രിലിമിനറി ഡ്രോയിങ്, ഡ്രോയിങ്സ് ആഡിക്വേറ്റ് ടു സെർവ് ആസ് എ ബേസിസ് ഫോർ മോർ ഡെഫിനിറ്റീവ് ഡ്രോയിങ്സ് ആൻഡ് ഷോയിങ് ദ ഡിസൈനേഴ്സ് ജനറൽ ഇൻറ്റൻഷൻസ്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡ്രോയിങ്സിന് ഒരു ബേസ് ആയിട്ടാണ് ഈ ഡ്രോയിങ്ങിനെ കാണുന്നത്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡ്രോയിങ്ങിന് മുമ്പ് വരയ്ക്കുന്ന റഫ് ഡ്രോയിങ് ആണ് പ്രിലിമിനറി ഡ്രോയിങ്. നെക്സ്റ്റ് ഡയഗ്രാം, a drawing either to scale or not, giving only a simplified representation relating to the functions of the parts of the building to show access, circulation, installations and their mode of operation, etc. ബിൽഡിങ്ങിൻ്റെ പാർട്സിൻ്റെ പലതരത്തിലുള്ള ഫങ്ഷൻസ് കാണിക്കുന്ന ഡയഗ്രമാണിത്. ഇത് സ്കെയിലിലോ അല്ലാതെയോ വരയ്ക്കാം.
കൂടുതലായിട്ട് ബിൽഡിങ്ങിലേക്ക് കടന്നു വരുന്ന വഴി, ദെൻ സർക്കുലേഷൻ, ദറ്റ് ഈസ് വരാന്ത, കാർ പോർച്ച്, അതൊക്കെ, പിന്നെ ഇൻസ്റ്റലേഷൻസ്, ഫിറ്റിങ്സ്, അതിൻ്റെ ഫങ്ഷൻസ്, ഇത് കാണിക്കുന്ന ഡ്രോയിങ് ആണ് ഡയഗ്രാം. നെക്സ്റ്റ് ഇസ് വർക്കിംഗ് ഡ്രോയിങ്സ്. Set of drawings for the construction of a building, including architectural, structural, and service drawings, which usually include site drawings, general location drawings, that is plan, section, elevation, assembly drawings, and details completely dimensioned and bearing all the indications required for construction. ഒരു കൺസ്ട്രക്ഷന് ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസും ഉള്ള ഡ്രോയിങ് ആണ് വർക്കിംഗ് ഡ്രോയിങ്. ഇതിൽ പല സെറ്റ് ഓഫ് ഡ്രോയിങ്സ് ഉണ്ടായിരിക്കും. ആർക്കിടെക്ചറൽ ഡ്രോയിങ് ഉണ്ടാവും, സ്ട്രക്ചറൽ ഡ്രോയിങ്, ദറ്റ് ഇസ് ബീം, സ്ലാബ്, കോളം, ഇതിൻ്റെയൊക്കെ സെക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഡ്രോയിങ്സ് ഉണ്ടാവും. പിന്നെ സർവീസ് ഡ്രോയിങ്സ്, ദറ്റ് ഇസ് പ്ലംബിംഗ്, ദെൻ സാനിറ്ററി വർക്ക്സ്, ഇതിൻ്റെയൊക്കെ ഡ്രോയിങ്സ് അതിനകത്തുണ്ടാവും. പിന്നെ സൈറ്റ് ഡ്രോയിങ്സ് ഉണ്ടാവും, സൈറ്റ് പ്ലാൻ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ജനറൽ ലൊക്കേഷൻ ഡ്രോയിങ്സ്, ദറ്റ് ഇസ് പ്ലാൻ, സെക്ഷൻ, എലിവേഷൻ. ഈ എല്ലാ ഡ്രോയിങ്സും കൂടിയതാണ് വർക്കിംഗ് ഡ്രോയിങ്. സെക്ഷൻ എ, a view of the parts contained in an intersecting surface, usually a plane surface. ഒരു പ്ലാനിനെ ഒരു കട്ടിംഗ് പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ കാണുന്ന വേർട്ടിക്കൽ പോർഷൻ ആണ് സെക്ഷൻ. ബി, a section completed by the view of the parts behind the intersecting surface. ആ കട്ടിംഗ് പ്ലെയിൻ്റെ പുറകിലുള്ള പാർട്സിൻ്റെ വ്യൂ ആണ് സെക്ഷനായിട്ട് നമ്മൾ വരയ്ക്കുന്നത്. View, representation on a plane of how an observer situated at infinity and looking in a direction perpendicular to the plane sees a building element or a building component. ഒരു കാഴ്ചക്കാരൻ വളരെ അകലെ നിന്ന് ഒരു ബിൽഡിങ്ങിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് വരയ്ക്കുന്നതാണ് വ്യൂ. രണ്ട് തരത്തിലുള്ള വ്യൂസ് ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒന്ന് പെർസ്പെക്റ്റീവ് വ്യൂ, രണ്ടാമത്തെ ഐസോമെട്രിക് വ്യൂ ഓർ ബേർഡ്സ് ഐ വ്യൂ. പെർസ്പെക്റ്റീവ് വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോർണറിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ കാണുന്നത്. ബേർഡ്സ് ഐ വ്യൂ അല്ലെങ്കിൽ ഐസോമെട്രിക് വ്യൂ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്.